എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരിക്കല് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തനായ സയന്റിസ്റ്റ് എഡിസൺ, അദ്ദേഹം തന്റെ ലൈറ്റ് ബൾബിന്റെ ഫിലമെന്റുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഏകദേശം 2000-ലധികം എലമെന്റുകൾ അദ്ദേഹം പരീക്ഷിച്ചു. പക്ഷെ എല്ലാം പരാജയമായിരുന്നു. അതിനുവേണ്ടി ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തു. ഓക്കെ, അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായി വർക്ക് ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ സഹായി ഇങ്ങനെ വന്ന എഡിസനോട് പറയാണ്, പരാതിപ്പെടാണ്, നമ്മുടെ ടൈം ഒക്കെ വേസ്റ്റാ. നമ്മൾ ഇത്രയും കാലം ഒരുപാട് എലമെന്റുകൾ പരീക്ഷിച്ചു, ഇതൊക്കെ വെറുതെയായി, എല്ലാം വെറുതെയായി, നമ്മുടെ സമയം വെറുതെയായി, നമ്മുടെ വിലപ്പെട്ട സമയമാണ് നമ്മളവിടെ വേസ്റ്റ് ചെയ്തത്, ഒത്തിരി സമയമാണ് നമ്മൾ ഇതിനു വേണ്ടി കളഞ്ഞത്. അദ്ദേഹത്തിന് മുഴുവൻ പരാതികളെ പറയാനുണ്ടായിരുന്നുള്ളൂ. ഉടനെ ചിരിച്ചുകൊണ്ട് എഡിസൺ പറഞ്ഞു, ഇല്ല, നമ്മുടെ ടൈം വേസ്റ്റ് ആയിട്ടില്ല, നമ്മൾ ഒത്തിരി പഠിച്ചു. ഒന്നും പഠിച്ചില്ലെന്ന് പറയും, നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് പഠിച്ചത്. ഉടനെ അദ്ദേഹം പറഞ്ഞു, നമ്മൾ പഠിച്ചത് ഇതാണ്, ഈ 2000 എലമെന്റുകൾ കൊണ്ട് ഫിലമെന്റ് ഉണ്ടാക്കാനായിട്ട്, നല്ലൊരു ലൈറ്റ് ബൾബ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല എന്ന് നമ്മൾ പഠിച്ചില്ലേ? അത് വലിയൊരു അറിവല്ലേ? അതെ, പരാജയത്തിൽ നിന്ന് കൂടെ നമ്മൾ പല കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ചെറിയ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഡിസപ്പോയിന്റഡ് ആണ്, നിരാശപ്പെട്ട് എല്ലാം കഴിഞ്ഞു, എന്റെ ടൈം വേസ്റ്റ് ചെയ്തു, എന്റെ പൈസ ഞാൻ വെറുതെ കളഞ്ഞു, എന്റെ ജീവിതം തന്നെ വെറുതെ ആയി എന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട്, വിഷമിക്കുന്നവരുണ്ട്, അതല്ലെങ്കിൽ മുന്നോട്ട് പോകാതെ നിൽക്കുന്നവരുണ്ട്. പക്ഷെ പരാജയങ്ങളെ വിജയമാക്കി മാറ്റാൻ കഴിയണം. നമ്മുടെ പരാജയങ്ങളൊക്കെ വിജയ മന്ത്രങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. ഓരോ പരാജയത്തിലും വിജയത്തിലേക്കുള്ള ചില ചവിട്ടുപടികളുണ്ട്, വിജയത്തിലേക്കുള്ള ചില സൂത്രവിദ്യകളുണ്ട്. പരാജയത്തിൽ നിന്നും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയണം. അങ്ങനെയുണ്ടെങ്കിൽ വിജയം നമ്മുടെ ജീവിതത്തിൽ സുനിശ്ചിതമായിരിക്കും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.